അമേരിക്കയും ഇസ്രായേലും രണ്ടാഴ്ചയായി തുടരുന്ന അതിശക്തമായ വ്യോമാക്രമണങ്ങൾക്കിടയിലും ഇറാന്റെ ഭരണ നേതൃത്വം സുരക്ഷിതമാണെന്നും ഭരണകൂടം തകരാൻ സാധ്യതയില്ലെന്നും US രഹസ്യാന്വേഷണ ഏജൻസികളുടെ വിലയിരുത്തൽ. ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഭരണകൂടത്തിന് ഇപ്പോഴും ശക്തമായ നിയന്ത്രണമുണ്ടെന്ന് ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. US ഇന്റലിജൻസ് നൽകുന്ന വിവരങ്ങൾ പ്രകാരം ഇറാൻ ഭരണകൂടം ഉടനെങ്ങും തകരാൻ സാധ്യതയില്ല. ഫെബ്രുവരി 28-ന് ആയത്തുള്ള അലി ഖാംനയി കൊല്ലപ്പെട്ടെങ്കിലും ഇറാന്റെ പണ്ഡിത നേതൃത്വവും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡും രാജ്യത്തിന്മേലുള്ള പിടി മുറുക്കിയിരിക്കുകയാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ശക്തമായ ആക്രമണം ഭരണകൂടത്തെ ഇളക്കിയിട്ടില്ല. വലിയ ജനരോക്ഷമോ അട്ടിമറി ശ്രമമോ നിലവിൽ ഭരണകൂടത്തിന് ഭീഷണിയായി മുന്നിലില്ല. ജനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ഇപ്പോഴത്തെ ഇടക്കാല ഭരണകൂടം വിജയിച്ചതായും രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ വിലയിരുത്തുന്നു. വലിയ രീതിയിലുള്ള സൈനിക ഓപ്പറേഷനിലൂടെ ഖാംനയെ അടക്കമുള്ള പ്രധാന നേതാക്കളെ വധിച്ചാൽ ലക്ഷ്യം എളുപ്പത്തിൽ നേടാമെന്നായിരുന്നു അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കണക്കുകൂട്ടൽ. എന്നാൽ യുദ്ധത്തിലൂടെ ഇറാൻ ഭരണകൂടത്തെ താഴെ ഇറക്കാൻ സാധിക്കുമെന്ന് ഉറപ്പില്ലെന്നിപ്പോൾ ഇസ്രായേൽ ഉദ്യോഗസ്ഥരും സമ്മതിക്കുന്നുണ്ട്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും മിസൈൽ താവളങ്ങളും തകർത്തെങ്കിലും രാഷ്ട്രീയാധികാരം തകർക്കുക എന്നത് വെല്ലുവിളിയായി തുടരുകയാണ്. ആഗോളതലത്തിൽ എണ്ണവില കുതിച്ചുവരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വലിയ രാഷ്ട്രീയ തലവേദനയാകുന്നുണ്ട്. 2003 ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക നീക്കം ഉടൻ അവസാനിപ്പിക്കുമെന്ന് ട്രംപ് സൂചന നൽകിയെങ്കിലും ഇറാന്റെ കടുപ്പമേറിയ നേതൃത്വം അധികാരത്തിൽ തുടരുന്നത് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് തടസ്സമാകാമെന്ന് നിരീക്ഷകർ കരുതുന്നു. അലി ഖാംനയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ മകൻ മുജ്തബ ഖാംനയെ പുതിയ പരമോന്നത നേതാവായി അസംബ്ലി ഓഫ് എക്സ്പേർട്സ് പ്രഖ്യാപിച്ചിരുന്നു. ഈ പുതിയ നേതൃത്വത്തിന് കീഴിലും ഇറാൻ ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നാണ് US വിലയിരുത്തൽ. IRGC കമാൻഡർമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടെങ്കിലും ഇറാന്റെ ഭരണയന്ത്രം തകരാതെ മുന്നോട്ട് പോകുന്നത് അമേരിക്കയെയും ഇസ്രായേലിനെയും ഒരുപോലെ അമ്പരിപ്പിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഭരണമാറ്റം എന്ന ലക്ഷ്യം ഉടൻ സാധ്യമാകില്ലെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന.